ഗൈസ്, എൻ്റെ ഫ്രണ്ടിൻ്റെ R15V3ക്ക് വേണ്ടി വാങ്ങിച്ച പുതിയ എയർ ഫിൽറ്ററാണിത്. എൻഗേജ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ എയർ ഫിൽറ്ററാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ സാധനം. ഈ എയർ ഫിൽറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ മെയ്ഡ് എയർ ഫിൽറ്ററാണ്. നമ്മൾ മറ്റുള്ള കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന എയർ ഫിൽറ്റേഴ്സൊക്കെ അവിടുത്തെ രാജ്യത്തിൻ്റെ ക്ലൈമറ്റിനും അതുപോലെ തന്നെ അവിടുത്തെ വണ്ടിയുടെ ECU ടോളറൻസിനും അനുസരിച്ച് ഡിസൈൻ ചെയ്തുണ്ടാക്കിയിരുന്ന സാധനങ്ങളാണ്. പക്ഷേ ഈ ഒരു എയർ ഫിൽറ്റർ നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിനനുസരിച്ചും അതുപോലെ തന്നെ ഇവിടെയുള്ള വണ്ടിയുടെ ECU ടോളറൻസ് അനുസരിച്ചും നോക്കിയും ബിൽഡ് ചെയ്തിട്ടുള്ളൊരു എയർ ഫിൽറ്ററാണ്. ഇത് നമ്മുടെ R15നും MT15നും ഡയറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് വെച്ചാലുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബൈക്കിനൊരു 0.6 bhp ഇൻക്രീസ് കിട്ടും. അതും ഓൺ വീൽസിലാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഞാനെന്തായാലും എൻ്റെ R15നും ഈ ഒരു എയർ ഫിൽറ്റർ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. ഞാനത് വെക്കുമ്പോൾ എന്തായാലും നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ യൂസ് ഒരു ഡെയിലി പർപ്പസ് റൈഡൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള എയർ ഫിൽറ്റർ നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് ഏകദേശം ഒരു 3700 രൂപ വരുന്ന ഒരു എയർ ഫിൽറ്ററാണ്. വെറുതെ അത് വാങ്ങിച്ച് കാശ് കളയേണ്ടതേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളിപ്പോൾ ടൂർ ചെയ്യുന്ന ആളാണ്, അത്യാവശ്യം നന്നായിട്ട് RPM ഒക്കെ ഒന്ന് കയറ്റി ഓടിക്കുന്ന ആളാണ്, അത്യാവശ്യം എൻജോയ് ചെയ്ത് ബൈക്ക് ഓടിക്കുന്ന ആളാണെങ്കിൽ മാത്രം ഇത്തരം എയർ ഫിൽറ്റേഴ്സിലോട്ട് നോക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം.